നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ഇനി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ട്രെയിൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ തേടി ട്രെയിനിൽ വരികയാണെങ്കിൽ ആ ടിക്കറ്റിൻ്റെ PNR നമ്പർ നിങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ അദ്ദേഹം എവിടെയാണുള്ളത്, എവിടെ എത്തി, ഏത് സമയത്താണ് നിങ്ങളുടെ സ്റ്റേഷനിലെത്തുക എന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇനി നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ട സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ അലാറം അടിച്ച് നിങ്ങളെ ഉണർത്തുകയും ചെയ്യും. ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കും. ഞാനിപ്പോൾ ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്ത ഉടനെ തന്നെ ഏത് തീമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഡാർക്ക് തീം അല്ലെങ്കിൽ ലൈറ്റ് തീം. ഞാനിപ്പോൾ ഡാർക്ക് തീം സെലക്ട് ചെയ്തിട്ട് ഇവിടെ സംരക്ഷിക്കുക എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് തീം ആയിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് എവിടത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ബോർഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ PNR, അതുപോലെ തന്നെ ടിക്കറ്റുകൾ. PNR എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തേടി ആരെങ്കിലും ട്രെയിനിൽ നിന്ന് എവിടുന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ PNR നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ ട്രെയിൻ എവിടെ എത്തി, എവിടുന്ന് പുറപ്പെട്ടു, ഇനി എത്ര സമയത്താണ് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നും ബേക്ക് വരികയാണ്. ബേക്ക് വന്നിട്ട് ഇവിടെ ടിക്കറ്റുകൾ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എവിടെ നിന്നും എവിടത്തേക്കാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോഴിക്കോടേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഇനി ഏത് ഡേറ്റിലാണ് പോകേണ്ടത് അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 24 ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ജനറൽ കോട്ട എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കോട്ട, അതുപോലെ തന്നെ തത്കാൽ, ലേഡീസ്, സീനിയർ സിറ്റിസൺ ഏതാണ് വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജനറൽ കോട്ട തന്നെയാണ് സെലക്ട് ചെയ്തത്. ബുക്ക് ടിക്കറ്റ് ഓൺ കൺഫേം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് ട്രെയിനാണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ നമുക്ക് സീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ട്രെയിൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ട്രെയിൻ. അതിനുശേഷം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിലുള്ള ടിക്കറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഡേറ്റും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഡേറ്റ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഗൂഗിൾ പേയിലേക്ക് ഡയറക്റ്റ് പോകുന്നുണ്ട്. ഗൂഗിൾ പേ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ബാക്ക് വരികയാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ വിവരങ്ങളൊക്കെ ലൈവായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഞാൻ കണ്ണൂർ ടു കോഴിക്കോട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ട്രെയിനുകൾ കണ്ടെത്തുക എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രെയിൻ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ പോകുന്ന ട്രെയിൻ ഏതാണെങ്കിലും ആ ട്രെയിൻ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിൻ തന്നെ ആയിക്കോട്ടെ, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിൻ ഇപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് ദാ ഇവിടെ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. ആ ട്രെയിനിൻ്റെ ചിത്രം ദാ ഇവിടെ ഇപ്പോൾ എത്തിയത് ട്രെയിൻ ഇവിടെയാണ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെ സ്റ്റേഷൻ ടച്ച് ചെയ്തിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത് എല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ അലാറം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എത്ര മിനിറ്റ് മുമ്പാണ് നിങ്ങൾക്ക് അലാറം അടിയേണ്ടത് അതിവിടെ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 10 മിനിറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇനി എവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അലാറം അടിയേണ്ടത്? ഇപ്പോൾ ഞാൻ കോഴിക്കോടാണല്ലോ സെലക്ട് ചെയ്തത്. ഇവിടെ അതിൻ്റെ മുമ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും കോഴിക്കോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പ്രവർത്തനക്ഷമമാക്കുക എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കാണുന്ന ഈ ഒരു ഭാഗത്ത് ടൊഗിൾ ഓഫിലായിരിക്കും, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. വീണ്ടും അതേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു അലാറത്തിന് അനുമതി കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്തേക്ക് പോകും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് അതേ സ്ഥലത്ത് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അലാറം ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലക്ഷ്യസ്ഥാനം അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അലാറം അടിക്കുന്ന ഒരു സിമ്പൽ ഇവിടെ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ ആരും വിളിച്ച് ഉണർത്തേണ്ട ആവശ്യമില്ല. അലാറം അടിച്ച് നിങ്ങളെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണർത്തുകയും ചെയ്യും. വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിന് പുറമെ ഒരുപാട് നല്ല നല്ല ഫെസിലിറ്റീസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.
സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.